ഉറക്കമില്ല. വളരെ ദയനീയം. നമുക്ക് ഈ കുഞ്ഞിനെ കാണിക്കാൻ പറ്റത്തില്ല, കാണിച്ചേരെ ശ്വസിക്കാൻ പോലും പറ്റത്തില്ല. മോളാണോ മോനാണോ എന്ന് പോലും മോനാണ്. നിരാഹാരം കിടക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. നമസ്കാരം, ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2-3 ദിവസങ്ങളായി നമ്മുടെ നിയമ സംവിധാനങ്ങളെയും നമ്മുടെ സർക്കാരിനെയും എല്ലാം ഒരുപാട് അഭിനന്ദിച്ച് ആളുകൾ പറയുന്നുണ്ട്. ആ അവസരത്തിൽ ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും വാളയാർ പെൺകുട്ടികൾക്ക് അവരുടെ അമ്മയ്ക്ക് നിയമം നിഷേധിച്ച, അതെ അവരും ഒരു സ്ത്രീയാണ്, ആ സ്ത്രീക്കും നിയമം നിഷേധിച്ച ദിവസങ്ങൾ തന്നെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴ ഒരമ്മയുണ്ട്. അതെ, ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ ഒരു യുക്തിയും ബോധവുമില്ലാത്ത ചില ഡോക്ടർമാർ കാരണം ഒരമ്മയ്ക്കും ഒരച്ഛനും നീതി നിഷേധിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ അനീഷിന്റെയും സുറുമിയുടെയും വീട്ടിലാണ്. അതെ, സുറുമി എന്ന് പറയുന്നത് ഒരമ്മയാണ്. അതെ, സുറുമിക്ക് നേരെ മുഖ്യമന്ത്രിയെ വിളിക്കാനുള്ള സാഹചര്യമില്ല. സുറുമിയുടെ ഭർത്താവ് അനീഷിന് മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കാനുള്ള സാഹചര്യമില്ല. കാരണം ഇവർ സാധാരണക്കാരാണ്, സാധാരണ തൊഴിലാളികളാണ്. അതെ, വിഷയം ചെറുതല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം ഒരു വാർത്തയിൽ കണ്ടിരുന്നു, സുറുമിക്കും അനീഷിനും ഒരു കുഞ്ഞ് ജനിച്ചു. അല്ലേ സുറുമി? 2 മാസമായി. കുറച്ചു ദിവസം വാർത്തകളിലൊക്കെ വന്നായിരുന്നു. പിന്നെ വലിയ വലിയ വാർത്തകൾ മാറിപ്പോയി. അതെ, നടിയുടെ വാർത്തകൾ വരുന്നു, പല പല വിഷയങ്ങൾ വരുന്നു. അപ്പോൾ നമ്മുടെ വാർത്തകൾക്ക് ഒരു വിലയും ഇല്ലാതായി പോയി. അല്ലേ സുറുമി? സുറുമി 2 പെൺകുട്ടികളുടെ 3 മക്കളുടെ അമ്മയാണല്ലേ. 3ാമത്തെ കുട്ടിയാണ് ഈ അവസ്ഥ വന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കഴിഞ്ഞ നാളുകളിലൊക്കെ വാർത്തയിൽ കണ്ടു കാണുമായിരിക്കും. അനീഷേ, വിഷയം ഒന്ന് പറയാമോ അനീഷേ? സുറുമി ഗർഭം ധരിച്ചപ്പോൾ തൊട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് WNC എന്ന് പറയുന്ന ഗവൺമെന്റ് ആശുപത്രിയിലാണ്. ആ ആശുപത്രിയിലെ 1-ാം മാസം തൊട്ട് 10-ാം മാസം വരെയുള്ള ട്രീറ്റ്മെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാര് പറഞ്ഞത് പ്രകാരമാണ് ഞങ്ങൾ ചെയ്തത്. 8 സ്കാനോളം ചെയ്തിട്ട് കുഞ്ഞ് ജനിച്ചപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ വൈകല്യങ്ങൾ ഈ 8 സ്കാനിൽ തിരിച്ചറിയാൻ പറ്റിയില്ല. 8 സ്കാൻ ചെയ്തത് ഈ കടപ്പുറം WNC ആശുപത്രി പറഞ്ഞിരിക്കുന്ന എൻബാൻ ചെയ്തിരിക്കുന്ന ശങ്കേഴ്സ് മിഡാസ് എന്ന് പറഞ്ഞ ലാബിലാണ്. ഈ ലാബുകൾക്ക് റേഡിയോളജി, അതായത് ഇപ്പോഴത്തെ ഇവിടുത്തെ ലാബുകളാണ് ഏറ്റവും കൂടുതൽ ഈ ഡോക്ടർമാരുമായി ചേർത്ത് ഏറ്റവും കൂടുതൽ കൊള്ള നടത്തുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. കാര്യം ഡോക്ടർമാര് പറഞ്ഞത് ഞങ്ങൾ ആദ്യമേ കാണിച്ചത് മിഡാസിലാണ്, രണ്ടാമത് ഡോക്ടർമാര് പറഞ്ഞിട്ടാണ് ശങ്കേഴ്സിൽ കാണിക്കുന്നത്. ഈ ശങ്കേഴ്സിലാണ് ഈ കുഞ്ഞിന്റെ അനോമലി സ്കാൻ ചെയ്തിരിക്കുന്നത്. ഈ അനോമലിയിൽ കുഞ്ഞിന്റെ ഈ വൈകല്യങ്ങളെ കുറിച്ച് അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇപ്പൊ കുഞ്ഞിന് 2 മാസം കുഞ്ഞിന്റെ വൈകല്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു? കുഞ്ഞിന് വൈകല്യങ്ങള് നിലവില് ഹാർട്ടിന് പ്രശ്നമാണ്. ഹാർട്ടിന് ഒരു ഹോളുണ്ട്. കുഞ്ഞിന്റെ കാലിന്റെ ലിപ്പിന് 2നും വളവുണ്ട്. ശ്വാസകോശത്തിന് പ്രശ്നമുണ്ട്. ജനനേന്ദ്രിയത്തിന് പ്രശ്നമുണ്ട്. തലച്ചോറിന് വളർച്ചയില്ല. പിന്നെ ജനനേന്ദ്രിയം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയുന്നത് ക്യാരിറ്റേപ്പ് ചെയ്തിട്ടാണ്, അല്ലാതെ അറിയാൻ പറ്റത്തില്ല. അത്രയും വരെ പ്രശ്നമുണ്ട്. ഈ 5-ാം മാസത്തെ സ്കാനിങ്ങിൽ നിലവിൽ ഇത് കാണിക്കേണ്ടതാണ്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, ചോദിക്കരുതെന്ന്. എന്നിട്ട് പോലും അവർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതാണ് നമ്മുടെ സംവിധാനം. സർക്കാർ പറഞ്ഞിരിക്കുന്ന, സർക്കാർ എംബാം ചെയ്തിരിക്കുന്ന ശങ്കേഴ്സ് എന്ന് പറഞ്ഞ ലാബിലാണ് ഈ ഒരു സംവിധാനം ഇല്ലാത്തത്. നമ്മൾ അത് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. ഇതെല്ലാം എന്നാ കിടക്കുന്നത്? ഈ കിടക്കുന്നതല്ല എന്റെ ട്രീറ്റ്മെന്റ്. പരാതി കൊടുത്തു. ഞാൻ കാണിച്ചുതരാം. ഒന്ന് ഇതവിടെ കൊടുത്ത ഇത് ലീഗൽ അതോറിറ്റി, അടുത്തേതാ മനുഷ്യാവകാശ കമ്മീഷൻ, അടുത്തേതാ ബാലാവകാശ കമ്മീഷൻ, അടുത്തേതാ ജില്ലാ സൂപ്രണ്ട്, ഇനിയുണ്ടോ പോലീസ് മേധാവി, ആലപ്പുഴ നോർത്ത് ഡിസ്ട്രിക്ട് സൂപ്രണ്ട്, ഇതാണ് പോലീസ് മേധാവിയുടെ. ഇത്രയും പരാതി കൊടുത്തു. ഇത് ആലപ്പുഴ ഈ ഞങ്ങൾക്കുണ്ടായ ഇതിനകത്ത് ആലപ്പുഴ WNC സൂപ്രണ്ടിന്റെ ഇതാണ് അവർ പരാതി സ്വീകരിച്ചെന്നുള്ളത്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പരാതി കൊടുത്തു, അവരെ സ്വീകരിച്ചു, ഇവിടുന്ന് എവിടുന്നേലും ഒരു നടപടി ഉണ്ടായോ? ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് കുഞ്ഞ് ജനിച്ചിട്ട് ഇന്ന് 65 ദിവസത്തിൽ മേളിലായി. 21-ാം തീയതി ഞങ്ങൾ ആശുപത്രിയിൽ ഡിസ്ചാർജ് ആയി വന്നതാണ്. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. എന്ത് തൊലിഞ്ഞ നിയമമാണ് സർക്കാരെ, എന്തൊരു തൊലിഞ്ഞ നിയമമാണ്. ഇത്രയും പരാതികൾ കൊടുത്തിട്ട് ഒരമ്മയ്ക്ക് നിയമത്തിന്റെ ഒരു സാധ്യതയും കിട്ടിയിട്ടില്ല. കാരണം ഇതാണ് നമ്മുടെ നാട്. കാരണം ഇത്രയും ഒരു അവസ്ഥ, ഈ മനുഷ്യൻ കിടന്ന് അനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ അമ്മ കിടന്ന് അനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ, ജനിച്ച കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് പോലും അറിയാതെ കള്ളക്കടുവരുടെ മക്കളായ ഡോക്ടർമാർ കാണിച്ചിരിക്കുന്ന അനാസ്ഥ കൊണ്ട് ഒരച്ഛനും അമ്മയും, എടുത്തു പറയട്ടെ, ഒരമ്മയും അനുഭവിക്കുന്ന തീരാവേദന, തീരാ കളങ്കം ഈ നാറികൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇത്രയും പേര് പരാതി കൊടുത്തിട്ടും ഇപ്പോഴും ഈ നാറിയ ഡോക്ടർമാര് ചികിത്സ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ
അവിടുത്തെ ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരുന്നുണ്ടാക്കുന്നുണ്ട്. ഒരു പേഷ്യന്റ് 200 രൂപ വെച്ച് 10,000 1500 പേരാണ് ഒരു ദിവസം ഈ ഡോക്ടറെ കാണാൻ ചെല്ലുന്നത്. കാരണം വീട്ടിൽ ചികിത്സ പാടില്ലെന്നിരിക്കെ ഈ നാറിയ ഡോക്ടർമാര് ഈ കുട്ടികളെ നോക്കാതെ വീട്ടിലിരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇവർക്ക് ബന്ധങ്ങളില്ല. ഈ അച്ഛനും അമ്മയ്ക്കും ബന്ധങ്ങളില്ല. സുറിമി ഹീറോയിനല്ല, ഇദ്ദേഹം ഹീറോയല്ല, നിങ്ങള് സിനിമാ താരമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഈ നശിച്ച നാട്ടിൽ പാവപ്പെട്ടവർക്ക് നീതി കിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതെ, ഇതിന്റെ അകത്ത് വലിയൊരു തമാശ എന്ന് പറയുന്നത് ഗവൺമെന്റ് നിശ്ചയിച്ച ലാഭല്ലേ? അതെ, ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ലാഭാണ് ശങ്കേഴ്സ് ആൻഡ് വിഡേഴ്സ്. ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർമാര് ആ സ്കാനിങ് ചെയ്യാൻ തയ്യാറല്ല. അവിടെ സംവിധാനങ്ങളുണ്ട്, റേഡിയോളജിസ്റ്റ് ഇല്ല. അതായത് പറഞ്ഞു വരുന്നത്, ഈ ഹോസ്പിറ്റലുകളെല്ലാം, ഈ മെഡിക്കൽ കോളേജിലെല്ലാം ലാബ് സൗകര്യം ഉണ്ടെന്നിരിക്കെ ഈ ഡോക്ടർമാര് ഉണ്ടാക്കി വിടുന്നത് പുറത്തേക്കാണ് അല്ലേ? അതായത് ശങ്കേഴ്സ് പോലെയുള്ള, മിഡാസ് പോലെയുള്ള പ്രൈവറ്റ് ലാബുകൾ അവിടെ പൈസ കൊടുത്ത് ചെയ്യണം. അതെ, പിന്നെ നിങ്ങള് വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളോട് എന്താ പറയാ 1000 രൂപ കൊടുക്കാൻ പറയും, 2000 കൈക്കൂലി. അതായത് സുറുമിയെ അഡ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം ഓപ്പറേഷൻ ഉണ്ട്. ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് അനസ്തേഷ്യ ഡോക്ടറെ പോയി കാണണം. അനസ്തേഷ്യ ഡോക്ടർക്ക് 1000 രൂപീസ് കൊടുക്കണമെന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞു. അത് കൈക്കൂലി തന്നെയാണ്. അതായത് അനസ്തേഷ്യ ഡോക്ടർക്ക് നമ്മളെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർക്ക് എന്തിനാണ് പൈസ കൊടുക്കുന്നത്? അപ്പൊ അത് പിന്നെ ഭാര്യയുടെ വെയിറ്റ് നോക്കും. നിങ്ങൾ കൊടുത്തില്ലല്ലോ? ഇല്ല, കൈക്കൂലി കൊടുക്കുന്നത് തെറ്റാണ്, കുറ്റകരമാണ്. കൊടുത്തില്ല. അപ്പൊ അവര് പറഞ്ഞു വെയിറ്റ് നോക്കിയിട്ട് എത്ര ml അനുസരിച്ച് കൊടുക്കണം, അതുകൊണ്ട് ഡോക്ടറിനുള്ള ഫീസ് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. അവിടെ WNC ആശുപത്രിയിൽ ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പേര് ഇത് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുള്ള ആളാണ്. നമ്മളിവിടെ എന്തോ ഒരു കുറ്റക്കാരനെ പോലെ അവർ കാണുന്നല്ലേ? തീർച്ചയായിട്ടും. നമ്മളൊരു കേസ് അവരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കെതിരെ കേസ്. നിങ്ങളെ വീണ ജോർജ് പറഞ്ഞിരുന്നു കുട്ടിയുടെ തുടർ ചികിത്സ എല്ലാം ഏറ്റെടുക്കാമെന്ന് മന്ത്രി പറഞ്ഞായിരുന്നു. മന്ത്രി വീണ ജോർജ് രേഖാമൂലമായിട്ടോ ഔദ്യോഗികമായിട്ടോ നമ്മളെ അറിയിച്ചിട്ടില്ല. മീഡിയയിലൂടെ പറഞ്ഞു. ഇത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണല്ലോ, മീഡിയയിലൂടെ പറയാണ് ഞങ്ങൾ ആ കുട്ടിയുടെ തുടർ ചികിത്സ ഏറ്റെടുക്കുകയാണ്. പക്ഷേ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്റെ പൊന്നു വീണെ എന്തെങ്കിലും നടപടി ഉണ്ടാവും. ഒന്നും പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ആലപ്പുഴ 2 തവണ അവർ വന്നു. ആലപ്പുഴയിൽ ഇവിടെ ആക്സിഡന്റ് നടന്നപ്പോഴും കായംകുളത്തും 2 തവണ വന്നു. ഇതുവരെ ഇങ്ങോട്ട് വന്നില്ല. സുറുമി എന്തുണ്ട്? സുറുമി എന്നാ പറയാനല്ല, സുറുമി അനുഭവിക്കുക. ഒരുപാട് പ്രതീക്ഷയോടെ നമുക്കൊക്കെ ഒരു കുഞ്ഞുണ്ടായതാ. കുഞ്ഞിനെ കണ്ട് സങ്കടപ്പെടാനേ സമയമുള്ളൂ, ഉറക്കമില്ല. വളരെ ദയനീയം. നമുക്ക് ഈ കുഞ്ഞിനെ കാണിക്കാൻ പറ്റത്തില്ല, കാണിച്ചേനെ. ശ്വസിക്കാൻ പോലും പറ്റത്തില്ല. മോളാണോ മോനാണോ എന്ന് പോലും മോനാണ്. വേറെ ആർക്കും അറിയില്ല. ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത് മോനാന്നല്ലേ? അങ്ങനെ നമുക്ക് അറിയുള്ളൂ. ഡോക്ടർമാരും ആദ്യം പറഞ്ഞില്ല ഞങ്ങളോട് മോനാണോ മോളാണോ എന്ന്. പിന്നെ ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ആൺകുട്ടിയാണ് തെളിഞ്ഞത്. വളരെ ബുദ്ധിമുട്ടാവും. ഹാർട്ടിന് പ്രശ്നമുണ്ട്, കാല് വളഞ്ഞിട്ടാണ്, പാല് കുടിക്കാനായിട്ട് സാധിക്കത്തില്ല. ഫീഡിങ് നമ്മൾ ട്യൂബ് വഴി കൊടുക്കണം. ആ ട്യൂബ് അത് ഉള്ളിൽ കിടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് വേറെ. ഇതെല്ലാം കണ്ട് ഉറക്കവും ഭക്ഷണവും കഴിക്കാതെ ആത്മഹത്യ ചെയ്യേണ്ട വക്കിലേക്ക് ആയിരിക്കുവാണ്. കാര്യം ഈ ബാധ്യതയുടെ പുറത്ത് ബാധ്യത. ഞാൻ ജോലിക്ക് 25 ദിവസമായി ഞാൻ ജോലിക്ക് പോയിട്ട് ഈ വീട് ഈ കിടക്കുന്ന ഞാൻ ടാക്സി ഡ്രൈവറാണ്. ഞാൻ ലോണിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ആരും ഇതുവരെ ഒന്നും തിരക്കിയിട്ടുമില്ല. നമ്മൾ ആകെയുള്ള കുറച്ച് ബന്ധുക്കളുണ്ട് വന്ന് ഇവിടെ ഇരിക്കാനല്ലേ? അമ്മാമ്മയും എല്ലാരും ഉണ്ട്. ഇതുണ്ടോ ഉമ്മച്ചി, ഉമ്മയാണോ? അമ്മയുടെ അമ്മ, ഇവരെല്ലാരും ഉണ്ട്. അല്ലാതെ ഒരു സമാധാനം എന്ന് പറയുന്നത് ഈ പാവപ്പെട്ടവർക്കില്ല. ഇനിയിപ്പോ എന്തൊക്കെയാണ് ഇവിടെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണുള്ളത്? ബാക്കി ഡീറ്റെയിൽസുകൾ പരാതി കൊടുത്തിട്ടുണ്ട്. എന്ത് മറ്റേ നമ്മുടെ ചികിത്സക്ക് നമ്മുടെ കുട്ടിയുടെ അസുഖങ്ങൾ പറഞ്ഞിരിക്കുന്ന സാധനം എന്ത്? അവിടെ വയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇത് കണ്ടാലറിയാം. ഇത് കുഞ്ഞിന്റെ കണ്ണ് യഥാസ്ഥാനത്തല്ല, മിഴി തുറക്കുകയല്ല, ഹാർട്ടിന് ഹോളുണ്ട്, ജനനേന്ദ്രിയമില്ല. കാരണം ജനനേന്ദ്രിയമില്ല എന്ന് പറഞ്ഞാല് ജനനേന്ദ്രിയം തിരിച്ചറിയത്തില്ല. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയാനുള്ള ജനനേന്ദ്രിയം തിരിച്ചറിയത്തില്ല. കൈകാലുകൾ വളഞ്ഞാണ് ഇരിക്കുന്നത്. കുഞ്ഞിന്റെ ചെവി യഥാസ്ഥാനത്തല്ല, ചെവി കേൾക്കില്ല. കുഞ്ഞിനെ മലർത്തിക്കിടത്തിയാൽ നാക്കുള്ളിലേക്ക് പോകും. മുഖം ശരിയായ രൂപത്തിലില്ല, വായ തുറക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയുടെ രൂപമേ അല്ല എന്നാണ് പറയുന്നത്. കാരണം ഞാൻ ആ കുഞ്ഞിനെ കയറി കണ്ടില്ല. കാരണം കാണാനുള്ള ശേഷി അല്ലെങ്കിൽ ശക്തി എനിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും. അപ്പം ഒരു അച്ഛന്റെയും അമ്മയുടെയും
അവസ്ഥ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും അനീഷ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകുക തന്നെ ചെയ്യണം. കാരണം ഇവര് കാണിച്ചിരിക്കുന്ന ഈ വൃത്തികേട്, ഈ തെണ്ടിത്തരം, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക ഈ അവസ്ഥ, ഈ പുഷ്പ ഡോക്ടറിനെ കുറിച്ച് വേറെ ഒരുപാട് പരാതികൾ വേറെ ഉണ്ടല്ലേ? പുഷ്പ ഡോക്ടർ രണ്ട് കുട്ടികളുടെ വലത് കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടതിന് കാരണക്കാരായിട്ട് FIR ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ആലപ്പുഴ WNCയിലാണ് അവരുടെ രണ്ടുപേരുടെയും പ്രസവം നടന്നത്. ആ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിയുടെയും ഒരു 56 ദിവസമായ പെൺകുട്ടിയുടെയും ഒരു 1.5 വയസ്സായ ആൺകുട്ടിയുടെയും വലത് കൈ ചലനശേഷി നഷ്ടപ്പെട്ടു പോയതാണ്. അത് അവരും FIR തയ്യാറാക്കിയിട്ടുള്ളതാണ്. എന്നിട്ട് പോലും ഈ ആശുപത്രി അധികൃതരോ ഗവൺമെന്റോ അവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഡോക്ടർമാർ കാണിച്ചിരിക്കുന്ന ഈ തന്തയില്ലാത്തരം എന്ന് തന്നെ പറയുന്നത്, എങ്ങനെ നമ്മൾ അസഭ്യം പറയാതിരിക്കും, എങ്ങനെ ചീത്ത വിളിക്കാതിരിക്കും ഇവരെ? കാരണം സ്വന്തം കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയാൻ പറ്റാത്ത അവസ്ഥ. കാരണം ഇവിടെ നാട്ടുകാരെല്ലാം പലരും പല പല കാര്യങ്ങൾ. എന്താ പേരെന്താ? എന്താ ചേട്ടാ ഇവരുടെയൊക്കെ അവസ്ഥ ചേട്ടാ? കാരണം നമ്മളൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. സർക്കാർ നിങ്ങൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവോ? എന്ത് ഗുണമുണ്ടാവും? നമ്മുടെ സർക്കാർ എന്ത് ചെയ്യും ചേട്ടാ? നമ്മൾ നിരാഹാരം കിടക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. നമ്മൾ എന്ത് നിരാഹാരം കിടന്ന് ഇവർ കണ്ണു തുറക്കോ ചേട്ടാ? ഈ നാറിയ ഡോക്ടർമാർ കാണിക്കുന്ന പരിപാടി കാരണം ഇവിടെ ഒരു അച്ഛന് അല്ലെ ഒരു വാപ്പയ്ക്ക് ഉമ്മയ്ക്ക് സ്വന്തം കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ഒരവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ കുടുംബം കഴിഞ്ഞു പോകുന്നത് തന്നെ. അപ്പൊ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഈ ഡോക്ടർമാർ കാരണമല്ലേ ചേട്ടാ? മാസം അദ്ദേഹം ജോലിക്ക് തന്നെ പോയിട്ട് കൊച്ചിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങളും ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടി ചേർന്നുകൊണ്ട് സാമുദായിക സംഘം എല്ലാവരും ചേർന്നുകൊണ്ട് ഞങ്ങളുടെ ആക്ഷൻ കൗൺസിൽ. എന്തൊക്കെയാലും അനീഷ ഈ ഡോക്ടർ നിങ്ങൾ ആദ്യം കൊണ്ടുപോയി കാണിച്ച ഡോക്ടറിന്റെ പേരെന്നാ, ലേഡിയുടെ പേരെന്നാ? പുഷ്പ. ഈ പുഷ്പ എന്താണ് ശരിക്കും പുഷ്പയുടെ നിന്ന് മാറാൻ കാരണം? പുഷ്പയുടെ ട്രീറ്റ്മെന്റിൽ നമുക്ക് പുഷ്പയ്ക്ക് ഒരുപാട് പേഷ്യന്റുകളുണ്ട്. എന്റെ വൈഫിനെ നോക്കുന്നത് നല്ലതല്ല എന്ന് എനിക്ക് തോന്നി. ശരിക്കും പറഞ്ഞാൽ ഈ പേപ്പർ കണ്ടാൽ അറിയാം, അതിന്റെ അകത്ത് ആദ്യം നിങ്ങളുടെ പേര് വരെ തെറ്റിച്ച് വേറെ പേര് എഴുതിയിരിക്കുന്നത്. അത്ര ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ഡോക്ടറല്ലേ? അങ്ങനെയാണ് അവർ ചെയ്തതുകൊണ്ട് ഞങ്ങൾ 2 മാസം കാണിച്ചുള്ളൂ. ആ 2 മാസം കഴിഞ്ഞിട്ടാണ് ഷേർലി എന്ന് പറഞ്ഞ ഡോക്ടറെ അടുത്ത് പോകുന്നത്. ഈ ഷേർലി എന്ന് പറയുന്ന ഡോക്ടറെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഈ പുഷ്പയുടെ നിന്ന് ചെല്ലുമ്പോഴത്തേക്ക് ഇത് അബോട്ടായി പോകുന്ന കണ്ടീഷനിലായിരുന്നു ഷേർലി എടുത്ത് ചെല്ലുന്നത്. അപ്പൊ പുഷ്പ അത്രയും ഇതായിട്ടാണ് കെയർലെസ് ആയിട്ടാണ് നോക്കിയത്. ഈ ഞങ്ങളുടെ ഗവൺമെന്റ് ഡോക്ടറാണ്. പാവപ്പെട്ട സാധാരണക്കാരെ ചികിത്സിക്കാൻ, അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ നോക്കാൻ നമ്മുടെ സർക്കാർ നിയമിച്ചിരിക്കുന്ന അതേ ഗവൺമെന്റ് ഡോക്ടേഴ്സാണ് ഇവരൊക്കെ കാണിച്ചിരിക്കുന്ന ഈ കൊള്ളരുതായ്മയ്ക്ക് അനുഭവിക്കേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരാണ്. പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒന്ന് കേൾക്കണം. നിങ്ങളൊരു അമ്മയാണ്, മക്കളുടെ അമ്മയാണ്. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം, ഉണ്ടായ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയാതെ തിരിച്ചറിയാൻ പറ്റാതെ ഏകദേശം 7ഓളം രോഗങ്ങളോട് കൂടി പിറന്നു വീണ ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ പ്രിയപ്പെട്ട വീണ ജോർജെ നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ മനസ്സിലാക്കുമെന്ന് വരുന്നു. ഏറ്റവും വിധേയത്തോടെ ഏറ്റവും ആത്മാർത്ഥമായി പറയുകയാണ്, ഈ നാറിത്തരം കഴിച്ച ഈ കള്ള നായിൻ്റെ മക്കളായ ഈ ഡോക്ടർമാരെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടണം. ഇവരിന് തുടർ നടപടി ഉണ്ടാകണം. ഇവർക്ക് ചികിത്സിക്കാനുള്ള പണമെങ്കിലും കൊടുത്ത് ഇല്ലെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ടാക്കി എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാന്യയായ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് സഹായിക്കുമെന്ന് കരുതുകയാണ്. തീർച്ചയായിട്ടും സാധാരണക്കാർക്കൊപ്പമാണ് നിങ്ങളുടെ സർക്കാർ നിങ്ങൾ പറയുന്നത്. പ്രവർത്തിച്ചു കാണിക്കുക, അല്ലാതെ സിനിമാ താരങ്ങളുടെ പുറകെ പോകേണ്ടത്. സാധാരണക്കാരായ ആളുകൾ ഇവിടെ ഇപ്പോഴും ജീവിച്ചു മരിക്കുന്നുണ്ട്. നന്ദി, സ്നേഹം. 2TV വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്കാരൻ.